നമുക്കിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ അവസാന വർഷം നടന്ന, അതായത് ഏപ്രിൽ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ആൻസർ കീയുടെ ഡിസ്കഷനും മറ്റും നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എയിൽ വാട്ട് യു മീൻ ബൈ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് a number of market segments are identified and a different marketing mix or strategies developed for each of the segment. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്ക് വേണ്ടിയും നമ്മൾ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിനും പർട്ടിക്കുലറായിട്ട് സ്പെസിഫിക് ആയിട്ട് മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓരോ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മെയിൽ ഫീമെയിൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ മാർക്കറ്റിനെ പലതായിട്ട് തരംതിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സെഗ്മെൻറ്റിന് വേണ്ടിയും ഓരോ പർട്ടിക്കുലർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന രീതിയാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലേക്കും ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തത് ഡിഫൈൻ കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ. എന്തുകൊണ്ടാണ് ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് കൺസ്യൂമർ ബിഹേവിയർ മീൻസ് ദ പ്രോസസ് ആസ് ടു ഹൗ കൺസ്യൂമേഴ്സ് മേക്ക് ദെയർ പർച്ചേസ് ഡിസിഷൻ ടു മീറ്റ് ദെയർ നീഡ്. അവരുടെ ആവശ്യങ്ങൾ പർച്ചേസിലൂടെ നേടുന്നതിന് വേണ്ടി എങ്ങനെയാണ് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, എന്തുകൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, അപ്പോൾ അങ്ങനെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയറാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ഈവ് ഡ്രോപ്പിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈവ് ഡ്രോപ്പിംഗ് എന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റ് കോണ്ടൻറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈഫ് അൺപ്രൊട്ടക്റ്റഡ് ക്യാൻ ബി ഇൻറ്റർസെപ്റ്റഡ് വെൻ ഇറ്റ് ഗോസ് ത്രൂ ദി റൂട്ട് ഓഫ് ഓവർ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, അപ്പോൾ ഏതെങ്കിലും ഒരു വിൽപ്പനയെ സംബന്ധിച്ച് വിവരങ്ങളാകാം, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളോ മറ്റോ നമ്മൾ അയക്കുമ്പോഴാകാം, അത് അൺപ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, നമ്മൾ ആവശ്യത്തിനുള്ള മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യാനുള്ള, മറ്റുള്ളവർ അത് എടുക്കാനുള്ള അല്ലെങ്കിൽ സീസ് ചെയ്യാനുള്ള, അത് ഉറവിടത്തിൽ നിന്ന് പുറപ്പെട്ട് അത് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നതിന് മുമ്പ് മറ്റുള്ള ആളുകൾ തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് ഈവ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഏതെങ്കിലും രഹസ്യ വിവരങ്ങളാകാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാകാം, അതൊക്കെ ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് വഴിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, അയക്കുന്നതെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഈവ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് കസ്റ്റമർ. ഒരു കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ആംഗിൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ കസ്റ്റമർ നമുക്ക് വിളിക്കാം. അത് ഒന്നുകിൽ അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ സ്വന്തം കൺസംഷന് വേണ്ടിയോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയോ ആയിരിക്കും അദ്ദേഹം വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളെ കസ്റ്റമർ എന്ന് വിളിക്കാം, പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്യൂമർ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരമ്മ ബേബി ഫുഡ് കുട്ടിക്ക് വേണ്ടി വാങ്ങിക്കുന്നു, അവിടെ അമ്മ കസ്റ്റമറാണ്, പക്ഷേ ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആരാണ്? ബേബിയാണ്, അല്ല കുട്ടിയാണ്. അതുകൊണ്ട് ബേബിയെ നമുക്ക് കൺസ്യൂമർ എന്ന് വിളിക്കാം അല്ലേ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ദർ ഈസ് അനദർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അക്കോർഡിംഗ് ടു ദിസ് ദ ടേം കൺസ്യൂമർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻ്റ് എ സിറ്റുവേഷൻ വേറെ പ്രൊഡക്റ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി കൺസ്യൂംഡ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിന് നമുക്ക് കൺസ്യൂമർ, അല്ലെങ്കിൽ അവിടെ കൺസ്യൂമറാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അത് ഡയറക്റ്റായിട്ട് പർച്ചേസ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ഫുഡ് പ്രൊഡക്റ്റ് ആകാം, അതുപോലുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുകയാണല്ലേ, അപ്പോൾ അത് കൺസ്യൂമർ ആകാം. പക്ഷേ മറ്റ് ചില സാഹചര്യത്തിൽ, അതായത് വി ആർ കൺസ്യൂമേഴ്സ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് ബട്ട് കസ്റ്റമേഴ്സ് ഇൻ കേസ് ഓഫ് ഗാർമെൻറ്റ്, ഡ്യൂറബിൾസ്, കാറ്. നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോൾ, ഒരു ഗാർമെൻറ്റ് വാങ്ങിക്കുമ്പോൾ, വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതൊക്കെ എന്താണ്? അത് കസ്റ്റമർ എന്നാണ് പറയുന്നത് അല്ലേ. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഫുഡ് ഉപയോഗിക്കുന്നത് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസത്തിലും അത് പറയാറുണ്ട്. ഈ രണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എഴുതാവുന്നതാണ്.
Then what is target marketing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാർഗറ്റ് മാർക്കറ്റിംഗ്. എ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഹൂം ദ എൻ്റയർ മാർക്കറ്റിംഗ് എഫേർട്സ് ആർ ഡയറക്റ്റഡ്. അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണോ നമ്മുടെ എൻ്റയർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എയിം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു മാർക്കറ്റിനെ നമുക്ക് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് വിളിക്കാം. ഇൻ ടാർഗറ്റ് മാർക്കറ്റിംഗ് ദ സെല്ലർ ഐഡൻറ്റിഫൈസ് ദ പാർട്സ് ഓർ സെഗ്മെൻറ്റ്സ് ഓഫ് ദി മാർക്കറ്റ്, സെലക്ട് വൺ ഓർ മോർ ഓഫ് ദം ആൻഡ് ഡെവലപ്പ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് ആൻഡ് അതർ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ടാർഗറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മാർക്കറ്റിലെ ഡിഫറൻറ്റ് സെഗ്മെൻറ്റുകളും പരിശോധിക്കും. അതിൽ ഒന്നോ രണ്ടോ സെഗ്മെൻറ്റുകൾ നമ്മൾക്ക് യോജിച്ചതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിന് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കും. ആ സെഗ്മെൻറ്റിന് വേണ്ടി നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കും. അതിൻ്റെ പ്ലേസ്, പ്രൊമോഷൻ, മറ്റ് എലമെൻറ്റുകളെല്ലാം തന്നെ നമ്മളത് തീരുമാനിക്കും അല്ലേ. മാർക്കറ്റിംഗ് മിക്സിൽപ്പെടുന്ന പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആ ഒരു ടാർഗറ്റ് ചെയ്യുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാർക്കറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിനെ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റായിട്ട് നിശ്ചയിക്കുകയും ആ മാർക്കറ്റിന് വേണ്ടി നമ്മൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഉൽപ്പന്നത്തിൻ്റെ വില അതിനനുസരിച്ച് നിശ്ചയിക്കും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതെന്താണ്, ടാർഗറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇനി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വർടൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാവുന്ന പോലെ ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അത് പർട്ടിക്കുലറായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള, അല്ല ഒരു മാസീവായിട്ടൊരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഒരുമിച്ച് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസ്മെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ പിന്നിൽ ഒരു സ്പോൺസർ, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന അഡ്വർടൈസർ ഉണ്ടാകും. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷനാണ് ഇതിൽ നൽകുന്നത്. അഡ്വർടൈസ്മെൻറ്റ് അത് വിഷ്വൽ ആയിരിക്കാം, സ്പോക്കൺ ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം, എന്തും ആയിരിക്കാം. സെയിൽസ്മാൻഷിപ്പ്, ഇറ്റ് ഈസ് എ സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻറ്റ് രൂപത്തിലുള്ള സെയിൽസ്മാൻഷിപ്പ് എന്നും അതിനെ വിളിക്കാറുണ്ട്. അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം, ടി വി വഴി, ന്യൂസ് പേപ്പർ വഴി ഒത്തിരി ആളുകളിലേക്ക് അത് എത്തുന്ന രീതിയിലാണത് നൽകുന്നത്. സ്റ്റിമുലേറ്റ് സെയിൽസ്, അഡ്വർടൈസ്മെൻറ്റിലൂടെ സെയിൽസ് കൂടുന്നു അല്ലേ. ദെൻ വാട്ട് ഈസ് ഗ്രേഡ് ലേബൽ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗ്രേഡ് ലേബൽ എന്ന് വെച്ചാൽ ദിസ് ഗീവ്സ് ദ ഗ്രേഡ് ഓർ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ബൈ എ നമ്പർ, ലെറ്റർ ഓർ വേർഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ അതിനൊരു നമ്പർ അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു വേർഡ് കൊടുത്തുകൊണ്ട് അതിനെ സൂചിപ്പിക്കുമ്പോൾ, അങ്ങനെ ലേബൽ ചെയ്യുമ്പോൾ അതിനെയാണ് ഗ്രേഡ് ലേബൽ എന്ന് പറയുക. ഉദാഹരണത്തിന് ലേബലായിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ എ ഗ്രേഡ്, ബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ 1, 2 അങ്ങനെ കാറ്റഗറിയൊക്കെ ചെയ്ത് ലേബൽ രേഖപ്പെടുത്തുമ്പോൾ അതെന്താണ്, അത് ഗ്രേഡ് ലേബലാണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെയിൽ പേഴ്സൺ ആൻഡ് പ്രോസ്പെക്റ്റ്. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള പ്രോബബിൾ ആയിട്ടുള്ള ബയർ അദ്ദേഹമായിട്ട് നടത്തുന്ന സെയിൽസ്മാൻ്റെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഇൻവോൾവ്സ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പേഴ്സണലി. ഒരു സെയിൽസ്മാനും അത് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള വ്യക്തിയും തമ്മിൽ സെയിൽസ് നടക്കുന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ഒരു സംസാരമാണ്. അതിനെ തുടർന്ന് സെയിൽസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സെയിൽസ് കൂട്ടുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട എഫക്റ്റീവായിട്ടൊരു ടൂൾ തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലേ. വാട്ട് ഈസ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു ദി കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് പെർ യൂണിറ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനോട് നിശ്ചിത പെർസെൻറ്റേജ് ലാഭം കൂടി ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്ന രീതിയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് മാർജിനൽ പ്രൈസിംഗ്, ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്, മാർക്കപ്പ് പ്രൈസിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് റിലേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് റിലേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ജനങ്ങളുമായിട്ട് ആ ഉദ്ദേശത്തിൽ നടത്തുന്ന എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെയും നമുക്ക് പബ്ലിക് റിലേഷൻസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിനേക്കാളും കുറഞ്ഞ ചിലവിൽ കമ്പനിയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ്, പബ്ലിക് അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ ഗുഡ് ആൻഡ് ഫേവറബിൾ ഇമേജ് ഓഫ് ദി കമ്പനി അല്ലേ. കമ്പനിയുടെ ഇമേജ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. നല്ലൊരു പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സ്ട്രെങ്തൻ ദ എംപ്ലോയി മൊറയിൽ, അവിടെ ഉള്ള ജീവനക്കാരുടെ മൊറയിൽ, കമ്പനിയുടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നു. അഡ്വർടൈസിനേക്കാളും ക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നൊരു കാര്യം പബ്ലിക് റിലേഷൻസ് ആണ്. പബ്ലിക്കിന് അതിനുവേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയ വഴിയും ഒപ്പം തന്നെ പ്രിൻ്റ് മീഡിയ വഴിയൊക്കെ അവർ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഈ പബ്ലിക് റിലേഷൻസിൽ പെടുത്തുക.
അടുത്ത എന്താണ് വാട്ട് ഈസ് ചാനൽ കോൺഫ്ലിക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചാനൽ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ മെമ്പേഴ്സ് തമ്മിൽ, ഇപ്പോൾ റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഏജൻറ്റ്, ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളെയാണ് നമ്മൾ ചാനൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ലോജിസ്റ്റിക്സിൽ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, വെയർഹൗസിംഗ്, ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്, ഇൻവെൻറ്ററി കൺട്രോൾ നടത്തുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷനുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. ഇതെല്ലാം കൂടി വരുന്നതാണ് ലോജിസ്റ്റിക്സ് എന്ന് വരുമ്പോൾ അല്ലേ. then what are the advantages of word of mouth marketing? word of mouth marketing അതായത് വാമൊഴിയായിട്ട് ആളുകൾ പരസ്പരം പറഞ്ഞ് ഒരു ഉൽപ്പന്നത്തിൻ്റെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളോ പറയുന്നതിനാണ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വഴി ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നതിനും ആ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിൽപ്പന കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഈസ് ദി സ്ട്രാറ്റജി ഓഫ് മേക്കിംഗ് ദ പീപ്പിൾ ടോക്ക് ഫേവറബിളി. അതായത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഫേവറബിളായിട്ട്, അനുകൂലമായിട്ട് പറയുന്നതിനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് എം കൊമേഴ്സ്. എം കൊമേഴ്സ് നമുക്കറിയാം, കൊമേഴ്സ് അത് മൊബൈൽ വഴി നടത്തുന്നതിനെയാണ് എം കൊമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൈഡ് റീച്ച് ഉണ്ടാകും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒത്തിരി ആളുകളിലേക്ക് അത് പെട്ടെന്ന് എത്തും. കാരണം എല്ലാ ആളുകളുടെയും കയ്യിൽ മൊബൈലുണ്ട് അല്ലേ. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. അത് ആളുകൾക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. ആളുകളുടെ കയ്യിലെല്ലാം മൊബൈൽ ഉള്ളതുകൊണ്ട് ആക്സസിബിലിറ്റി കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ആളുകൾക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് കണക്ടിവിറ്റി ഉണ്ട്. ബയറും സെല്ലറും തമ്മിൽ പെട്ടെന്ന് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. പേഴ്സണലൈസേഷൻ, ഓരോ ആളുകൾക്കും വ്യക്തിപരമായിട്ട് നമുക്ക് മെസ്സേജുകൾ ഫ്രെയിം ചെയ്യാനും അങ്ങനെ പേഴ്സണലൈസ് ചെയ്ത മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന കൂട്ടാം. ടൈം എഫിഷ്യൻ്റ് ആണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എം കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. വാട്ട് ഈസ് ഫിഷിംഗ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ഓൺലൈൻ ഐഡൻറ്റിഫൈ തെഫ്റ്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൺലൈനായിട്ട് തട്ടിപ്പ് നടത്തുന്ന അത്തരം തട്ടിപ്പുകളിൽ പെടുന്ന ഒന്നാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കറക്റ്റ് മീനിങ്. ഇറ്റ് മീൻസ് ഒബ്റ്റെയിനിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൺലൈൻ ത്രൂ സൈറ്റ്സ് ആൻഡ് ഇമെയിൽസ് മസ്കുറേറ്റിംഗ് ആസ് ലെജിറ്റിമേറ്റ് ബിസിനസ്. അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് മെയിലുകളൊക്കെ, അതായത് തെറ്റായിട്ടുള്ള സോഴ്സിൽ നിന്ന്, ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിൽ വരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിൽ വരുന്നു. അപ്പോൾ അതൊക്കെ തട്ടിപ്പുകാർ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പാസ്വേഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നതാകാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പിൽപ്പെടുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ്. കൺസ്യൂമർ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഒരു ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിന് മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് റെക്കഗ്നീഷൻ ഓഫ് അൺസാറ്റിസ്ഫൈഡ് നീഡ്, പ്രോബ്ലം റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പോയിൻറ്റ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഫുൾഫിൽ ചെയ്യാത്ത, സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു നീഡ് ആവശ്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊരു അൺസാറ്റിസ്ഫൈഡ് നീഡായിട്ട് അവശേഷിക്കുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യുന്നു. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, പല ഓൾട്ടർനേറ്റീവ്സും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പലതരത്തിലുള്ള കാർ കമ്പനികളുണ്ട്, ഏത് കാർ വാങ്ങണം, പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലേ. അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് വെച്ചുകൊണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പ്രൈസും ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റി ഒക്കെ കമ്പയർ ചെയ്യുന്നു. ദെൻ പർച്ചേസ് ഡിസിഷൻ, അദ്ദേഹം അത് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഷോപ്പ് ഡീലറുടെ അടുത്ത് അദ്ദേഹം അത് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. അടുത്തായിട്ട് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, ആ ഉൽപ്പന്നം വാങ്ങിയതിന് ശേഷം അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആകാം, ഡിസാറ്റിസ്ഫൈഡ് ആകാം അല്ലേ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം മറ്റുള്ള ആളുകളോട് പറയും ഈ ഉൽപ്പന്നം വാങ്ങരുതെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഈ മേലിൽ ഇത്തരം കമ്പനികളിൽ നിന്ന് അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ വിത്ത് ഹിസ് ഓർ പ്രൊഡക്റ്റ് ബ്രാൻഡ് ആഫ്റ്റർ പർച്ചേസിങ് ഇറ്റ്. ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ശേഷം അതിൽ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് എന്നൊക്കെ പറയുക. അപ്പോൾ അതും ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഇ മാർക്കറ്റിങ്ങും. അപ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ കീ പ്രിൻ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഇ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് നോക്കുക. ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് ത്രൂ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മാർക്കറ്റിംഗ്. നേരിട്ടുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ്, കടകൾ വഴിയൊക്കെ വിൽക്കുന്ന വിൽപ്പന. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ
ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നടത്തുന്ന മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ മാർക്കറ്റിങ്ങിൽ ഹൈ ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ ഫേം ആൻഡ് കസ്റ്റമേഴ്സ്, ധാരാളം കസ്റ്റമേഴ്സുമായിട്ട് ധാരാളം ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഈ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആണ്. ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ മാർക്കറ്റിങ്ങിൽ. കോസ്റ്റ് ഓഫ് കളക്ടിങ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ. മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഹൈ ആയിരുന്നു. പക്ഷേ ഈ മാർക്കറ്റിങ്ങിൽ വളരെ എളുപ്പത്തിൽ തന്നെ അതെല്ലാം ഇലക്ട്രോണിക്കലി റെക്കോർഡഡ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ ലഭിക്കുന്നു. മെസ്സേജ് ബ്രോഡ്കാസ്റ്റ്. സെയിം മെസ്സേജ് ഈസ് ബ്രോഡ്കാസ്റ്റ് ടു ഓൾ കസ്റ്റമേഴ്സ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരേ മെസ്സേജ് തന്നെയാണ് എല്ലാ ആളുകൾക്കും പാസ് ചെയ്യുന്നത്. പക്ഷേ ഈ മാർക്കറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറൻറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വ്യത്യസ്ത ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിൽ മെസ്സേജുകൾ നമ്മൾ കൊണ്ടാക്കി ഓരോരുത്തർക്കും നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. കസ്റ്റമർ ഈസ് എ ടാർഗറ്റ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഒരു ടാർഗറ്റായിട്ട് കാണുമ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഒരു പാർട്ട്ണർ എന്ന രീതിയിലാണ് കാണുന്നത്. ദെൻ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ സെഗ്മെൻറ്റേഷനെ ബേസ് ചെയ്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ, കമ്മ്യൂണിറ്റി ബേസിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിറ്റി ഒരേ താല്പര്യങ്ങളുള്ള ആളുകളെ ആ ബേസിലുള്ള കമ്മ്യൂണിറ്റികളുടെ ബേസിലാണ് ഈ മാർക്കറ്റിംഗ് നടത്തുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. ടാർഗറ്റ് മാർക്കറ്റിങ്ങിലെ വേരിയസ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. നമ്മുടെ മാർക്കറ്റിനെ പല രീതിയിൽ സെഗ്മെൻറ്റൈസേഷൻ നടത്തുന്നു. സെക്സ്, എഡ്യൂക്കേഷൻ, ഇൻകം, ഏജ്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെയൊക്കെ പലതായിട്ട് തരംതിരിക്കുന്നു. ദെൻ മാർക്കറ്റ് ടാർഗറ്റിംഗ് നടത്തുന്നു. അതായത് ഓരോ ഈ മാർക്കറ്റ് സെഗ്മെൻറ്റിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള 1-2 മാർക്കറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലേ. എന്നിട്ട് ഡിസൈനിങ് ദ മാർക്കറ്റിംഗ് മിക്സ്. ഓരോ ടാർഗറ്റ് ചെയ്ത നമ്മുടെ മാർക്കറ്റിന് വേണ്ടി നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നിർമ്മിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വിലയിട്ട് അവർക്ക് നൽകുന്നു. ദെൻ പ്രൊഡക്റ്റ് പൊസിഷനിങ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആ ഒരു ഉൽപ്പന്നത്തെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് അതിനെ പ്രതിഷ്ഠിക്കുന്നു അല്ലേ. അതിനാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, നമ്മളൊരു മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ വേണ്ടി സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് വേണ്ടി അതിനെ ആളുകളെ അതിനെ യൂത്തിന് വേണ്ടി, അഡൽട്ടിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ നമുക്ക് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ തീരുമാനിക്കുന്നു. യൂത്തിന് വേണ്ടി മൊബൈൽ ഫോൺ തീരുമാനിക്കുക നമ്മൾ നിശ്ചയിക്കുന്നു. അങ്ങനെ ടാർഗറ്റ് മാർക്കറ്റായിട്ട് നമ്മൾ യൂത്തിനെ എടുക്കുന്നു. ഡിസൈൻ മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ നല്ലൊരു സ്മാർട്ട് ഫോൺ, ഫീച്ചേഴ്സ് ഉള്ള സ്മാർട്ട് ഫോണ്, അതിന് വാല്യൂ ഫോർ മണി കിട്ടുന്ന രീതിയിലുള്ളൊരു വിലയൊക്കെ ഇട്ട് നമ്മളതിനെ അവർക്ക് കൊടുക്കുന്നു. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറ്റ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു യുണീക്ക് ഡിസൈനാണ്, അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, ക്യാമറ ഫീച്ചേഴ്സ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് അതിനെ പ്രതിഷ്ഠിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് നടത്തുന്ന വേരിയസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും അതിങ്ങനെ പോയിൻ്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ആൻസർ കീയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ പോയിൻറ്റ്സുകൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടെ റീഫ്രെയിം ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും. അതിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷൻ നോക്കുക. മാനേജ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്, ഇൻവെൻറ്ററി കൺട്രോൾ, പ്രൊട്ടക്ഷൻ, സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഓഫ് പ്രോസസ്ഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദി പ്രൊഡക്ഷൻ ലൈൻ. അപ്പോൾ അതായത് ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റോ മെറ്റീരിയൽ വാങ്ങിച്ചത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് അതിനെ ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരിക. ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അല്പം കൂടിയും സ്കോപ്പ് കൂടുതലുള്ള വിശാല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ പ്ലാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച് അത് സ്റ്റോർ ചെയ്ത് അതിനെ ഇൻവെൻറ്ററി ആയിട്ട് മാറ്റി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി അതിനുശേഷം അത് ഉൽപ്പാദനം നടക്കുന്ന സ്ഥലത്തു നിന്ന് പോയിൻ്റ് ഓഫ് കൺസംഷൻ വരെയുള്ള സ്ഥലത്തേക്ക് പോയി അങ്ങനെ അല്പം കൂടി ലാർജർ സ്കോപ്പുള്ള ഒരു ആക്ടിവിറ്റിയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് തന്നെ നാരോ സ്കോപ്പ് എന്നും ലാർജർ സ്കോപ്പ് എന്ന്, ലോജിസ്റ്റിക്കിനെ ലാർജർ സ്കോപ്പ് എന്നും പറയുന്നുണ്ട്. യൂട്ടിലിറ്റീസ് ക്രിയേറ്റഡ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ സാധാരണ ക്രിയേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റിയാണ് വരുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ടും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫോക്കസ് കൊടുക്കുന്നത് ആളുകൾക്ക് കൃത്യസമയത്ത് ഉൽപ്പന്നങ്ങൾ അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുക. ലോജിസ്റ്റിക്സിൽ ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റിക്ക് പുറമെ ഫോം ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി കൂടി ഉണ്ട്. അതായത് ഫോം എന്ന് വെച്ചാൽ അവർക്ക് ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡിസൈനിലുള്ള പ്രൊഡക്റ്റ്
ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതും ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പൊസഷൻ യൂട്ടിലിറ്റി, അത് ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഓണർഷിപ്പ് കൈമാറുക, അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കുക, അത്തരം കാര്യങ്ങൾ കൂടി അല്പകൂടെയും കൂടുതൽ കാര്യങ്ങൾ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആക്ടിവിറ്റീസ് കവേർഡ് ഡീൽസ് വിത്ത് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ഓൺലി. പ്രധാനമായിട്ടും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം ഉൽപ്പന്നങ്ങൾ അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക, അതാണ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സിൽ അതിൽ ഇൻബൗണ്ടും ഉണ്ട് ഔട്ട് ബൗണ്ടും ഉണ്ട്. റോ മെറ്റീരിയൽ വാങ്ങിച്ച് അത് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ച് അതിനുശേഷം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അത് ആളുകളിലേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പോൾ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ലോജിസ്റ്റിക്സിൽ വരുന്നുണ്ടെന്നുള്ളതും ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് IMC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. IMC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതായത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് റീറ്റെയിലേഴ്സ് വഴി, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴി, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരേ രീതിയിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതിന് ചില ബെനിഫിറ്റുകളുണ്ട്. അതായത് ഈ പല കാര്യങ്ങൾ, പല മെസ്സേജുകൾ നമ്മൾ പാസ്സാക്കുമ്പോൾ, പറയുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഒരേപോലെയുള്ള മെസ്സേജുകളായിരിക്കണം. അതിലൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം. ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം മറ്റൊരു മെസ്സേജിലും പറയാൻ പാടുള്ളൂ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് ഒരേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ നമ്മുടെ ഉൽപ്പന്നത്തെ കൂടുതൽ വിശ്വസിക്കും അല്ലേ. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ എത്തും. അതുവഴി സെയിൽസ് കൂടും അല്ലേ. സെയിൽസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റും കൂടുന്നു. കൺസിസ്റ്റൻ്റ് ആൻഡ് ക്രെഡിബിൾ മെസ്സേജ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുക. ലോങ് ടേം റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഡ്യൂപ്ലിക്കേഷൻ, മെസ്സേജുകളുടെ ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇൻട്രാക്ടിവിറ്റി, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ധാരാളം മെസ്സേജുകൾ വളരെ എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ ഗാദർ ചെയ്യുക, അതായത് കൺസ്യൂമേഴ്സിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ കളക്ട് ചെയ്യുക. കൺസ്യൂമറെ മോട്ടിവേറ്റ് ചെയ്യുക ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി, അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യുക. പ്രൈസിലും മറ്റും ഏതെങ്കിലും ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ അനുവദിക്കുക. അത്തരത്തിലുള്ള ബാർഗെയിനിങ് ഒക്കെ ഇവർ നടത്താറുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതായത് റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് തുടങ്ങിയ ആളുകളുടെ കാര്യങ്ങൾ. ഫിനാൻസിങ് ചിലപ്പോൾ നടത്താറുണ്ട്. അവർ കടത്തിന് ഉൽപ്പന്നങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ. റിസ്ക് ബിയറിംഗ് നടത്താറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ സമയത്തുള്ള റിസ്ക് ചിലപ്പോൾ അവർ വഹിക്കാറുണ്ട്. മറ്റ് സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ റിപ്പയറിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രീ സെയിൽ ആൻഡ് പോസ്റ്റ് സെയിൽ സർവീസ് നൽകാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് റിസർച്ച് നടത്താറുണ്ട്. ഡിമാൻഡിനെ കുറിച്ച് ഫോർകാസ്റ്റിംഗ് നടത്തി ആവശ്യമുള്ള വിവരങ്ങൾ ഉൽപ്പാദകർക്ക് നൽകാറുണ്ട് അല്ലേ. ഡിസ്റ്റിങ്വേഷൻ ബിറ്റ്വീൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗും അഡ്വർടൈസ്മെൻറ്റും നമ്മൾ വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഒരാൾ വ്യക്തികളോട് പറയുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഡ്വർടൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. മാസ് സെല്ലിങ്ങിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണത്. ദെൻ ഇറ്റ് ക്യാൻ ബിൽഡ് പേഴ്സണൽ റിലേഷൻ വിത്ത് ഈച്ച് കൺസ്യൂമർ. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ ഓരോ കൺസ്യൂമറുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പേഴ്സണൽ റിലേഷൻ വരുന്നുണ്ട്. പക്ഷേ അഡ്വർടൈസിങ്ങിൽ അത്തരത്തിലുള്ള പേഴ്സണൽ റിലേഷൻസ് ഒന്നുമില്ല. അത് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ദെൻ മാർക്കറ്റർ കൺട്രോൾസ് ദ പ്രൊഡക്റ്റ് അണ്ടിൽ ഡെലിവറി പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി നടക്കുന്നത് വരെ മാർക്കറ്റർക്ക് ആ ഉൽപ്പന്നം വിൽക്കുന്ന ആൾക്ക് അതിന്മേൽ കൺട്രോൾ ഉണ്ടാവും. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് വഴി ഉൽപ്പന്നങ്ങൾ കൂടുതലും വിൽക്കുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് പ്രവേശിച്ച് ചെയ്യുമ്പോൾ മാസീവായിട്ടുള്ള വിൽപ്പന ആയതുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഇടനിലക്കാരെ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഉൽപ്പന്നം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കൺട്രോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടും. അത് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ആളുകൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് ഇമേജ്, അവയർനെസ്, റീകോൾ, ലോയൽറ്റി, അത്തരം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലും അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ധാരാളമായിട്ട് കൊടുക്കുന്നത്. എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ലേബലിംഗ്. ലേബലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസുമാണ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നോക്കുക. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ലേബലിൽ കൊടുക്കാറുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ ഗ്രേഡ് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റിൻ്റെ വില അറിയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഒരു അഡ്വർടൈസ്മെൻറ്റായിട്ട്, ഒരു സൈലൻ്റ് അഡ്വർടൈസ്മെൻറ്റായിട്ട് ലേബൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ടു ദി ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. അത് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ലേബലിങ്ങിൽ
ലേബൽ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. നല്ല ലേബലുകൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി വെയർ സ്റ്റാൻഡർഡൈസേഷൻ ഈസ് നെസസറി. നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുമ്പോൾ മാത്രമാണ് ലേബലിംഗ് കൂടുതൽ ആവശ്യമായിട്ട് വരിക. ഇനി നമുക്ക് എസ്എ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റി ടൂൾസ് യൂസ്ഡ് ഫോർ മാനേജിങ് റിസ്ക് ഇൻ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. അപ്പോൾ ഓരോ ടൂളുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഇത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ മറ്റോ ചെയ്യാവുന്നതാണ്. ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് ആണ്. ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓഡിറ്റ് ലോഗുകൾ, ഫയർവാൾ ലോഗുകൾ, ഓഡിറ്റ് ലോഗുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഫയർവാൾസ് സെപ്പറേറ്റ് ആയിട്ട് സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫയർവാളുകൾ. നമ്മുടെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്ത് വയ്ക്കുക. എൻക്രിപ്ഷൻ നമ്മുടെ കോഡ് രൂപത്തിലൊക്കെ, അതായത് ക്രിപ്റ്റോഗ്രാഫിയുടെ സഹായത്തോടുകൂടി മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കുക. അതിനെ ഡീകോഡ് ചെയ്ത് അത് കിട്ടുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ എൻക്രിപ്ഷന് വേണ്ടി സിമെട്രിക് എൻക്രിപ്ഷൻ എന്നും അസിമെട്രിക് എൻക്രിപ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു യൂണിക് കീ, ഒരു ഐഡൻറ്റിക്കൽ ഷെയർഡ് കീ എന്ന് പറയുന്നത് ഒറ്റ കീ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരേ കീ ഉപയോഗിച്ച് തന്നെ അത് അയക്കുന്ന ആളുകളും അത് അയച്ച് കിട്ടുന്ന ആളുകൾക്കും അത് വായിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അസിമെട്രിക് എൻക്രിപ്ഷനിൽ 2 കീ ഉണ്ടാവും. ഒരു പബ്ലിക് കീ ഉണ്ടാവും, ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ 2 കീകളുള്ള എൻക്രിപ്ഷനെ നമ്മൾ അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയും. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. വാട്ട് ഇൻ മേ ബി എ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെ കാര്യങ്ങളാണ് നല്ലൊരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ തീരുമാനിക്കേണ്ടത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ അത് വാങ്ങിക്കുന്ന ആളുകളുടെ കയ്യിൽ എത്തുന്നതുവരെയുള്ള അതിനിടയ്ക്കുള്ള കാര്യങ്ങളാണ്. ആ ഒരു പാത്ത് വർക്കിനെയാണ്, ഒരു പാത്ത് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്പോർട്ടേഷനും ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ വഴികളിലൂടെയാണോ ഈ ഉൽപ്പന്നങ്ങൾ കടന്നു പോകുന്നത് അതിനെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിക്കുമ്പോൾ, അതായത് നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ആണെങ്കിൽ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് വരെ ഉൽപ്പന്നങ്ങൾ എത്തിക്കണമെങ്കിൽ നമുക്ക് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച്, മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച്, ബൈങ് ഹാബിറ്റ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ബൈങ് ഹാബിറ്റ് അനുസരിച്ച്, കമ്പനിയുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, റെപ്യൂട്ടേഷൻ അനുസരിച്ച്, മിഡിൽമെന് അവരുടെ സ്വഭാവങ്ങളനുസരിച്ച്, കോസ്റ്റ് ഓഫ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം കോസ്റ്റ് ഉണ്ടാകുന്നു, മാർക്കറ്റിംഗ് എൻവയറമെൻറ്റ്, കോമ്പറ്റീഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പോയിൻറ്റ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലനേഷനായിട്ട് കൊടുക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത്രയും പോയിൻറ്റ്സുകൾ എഴുതുക. കൺസ്യൂമേഴ്സിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത്രയും പോയിൻറ്റുകൾ എഴുതുക. അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റിക്കും അതുകൊണ്ട് ഗുണമുണ്ടല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്ന സെയിൽസ്മാൻ. നെഗോഷിയേഷന്, അതായത് ഉൽപ്പന്നത്തിൻ്റെ വിലയെ സംബന്ധിച്ചും ഒക്കെ പരസ്പരം പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിവുള്ള വ്യക്തിയായിരിക്കണം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, നല്ലൊരു റിലേഷൻഷിപ്പ് ആ ഒരു കസ്റ്റമറോട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ. കമ്പനിയെ സംബന്ധിച്ചും പ്രൊഡക്റ്റിനെ സംബന്ധിച്ചും നോളജ് ഉണ്ടായിരിക്കണം. മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചും കസ്റ്റമറെ സംബന്ധിച്ചും നോളജ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഈ ഒരു പേഴ്സണൽ സെല്ലിങ്ങിൽ വരേണ്ട കാര്യങ്ങളാണ് അല്ലേ. Then write the meaning and definition of e-commerce, explains its advantages and limitations. E-commerceൻ്റെ മീനിങ് ഇലക്ട്രോണിക്കലായിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന കൊമേഴ്സിനെയാണ്, വ്യാപാരത്തെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അത് കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ വലിയ മാർക്കറ്റ്, ഗ്ലോബൽ ലെവലിൽ തന്നെ, ആഗോളതലത്തിൽ തന്നെ റീച്ച് കിട്ടുന്നതിന് ഇ-കൊമേഴ്സ് സഹായിക്കുന്നുണ്ട്. നമുക്ക് കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. പ്രൊക്യൂർ മെറ്റീരിയൽ ആൻഡ് സർവീസ് ഫോർ മദർ കമ്പനി, മറ്റു കമ്പനികളിൽ നിന്ന് മെറ്റീരിയൽ സർവീസും കിട്ടാൻ വേണ്ടിയും ഇ-കൊമേഴ്സ് സഹായിക്കുന്നുണ്ട്. ഷോർട്ടൺ ഫോർ ഈവൻ എലിമിനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഷോർട്ടൺ ചെയ്യാനോ അത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നമുക്കത് സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് അല്ലേ. അഡ്വാൻറ്റേജ് ടു കൺസ്യൂമേഴ്സിന് 24 hours എ ഡേ 7 days എ വീക്ക്, അതായത് എല്ലാ സമയത്തും ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വേണ്ടി സാധിക്കുന്നുണ്ട്. ടൈം, മണി ആൻഡ് എഫേർട്ട് അത് സേവ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ചോയ്സ് കിട്ടുന്നു. കൂടുതൽ ആളുകളിൽ നിന്ന്, കൂടുതൽ കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നോക്കി വാങ്ങാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജാണ്. ഈ കൊമേഴ്സിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ബിസിനസ് ഫേസ് ടഫ് കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. വലിയ ആഗോള കമ്പനികളൊക്കെ ഉണ്ട്. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഈ ഒരു ഇ-കൊമേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സെക്യൂരിറ്റി ഫിയേഴ്സ് ആർ മേജർ ബാരിയേഴ്സ് ടു അഡോപ്ഷൻ ഓഫ് ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റ് വഴിയൊക്കെ നമ്മൾ പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് സ്വീകരിക്കുമ്പോഴുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. ദർ ആർ ചാൻസ് ഓഫ് കമ്പ്യൂട്ടർ വൈറസ്, ഹാക്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം.
പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് അതർ ഇൻഫർമേഷൻ അബൌട്ട് ബിസിനസ് ആർ വൾണറബിൾ ടു ഡൗൺലോഡിംഗ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സൊക്കെ അത് വിവരങ്ങളൊക്കെ ചോർത്താനുള്ള സാധ്യതയുണ്ട്. ന്യൂ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് ആർ എസെൻഷ്യൽ ടു ഇ-കൊമേഴ്സ്. ദീസ് ഇൻ്റർമീഡിയറ്റ്സ് ആഡ് ടു ദി ട്രാൻസാക്ഷൻ കോസ്റ്റ്. നമുക്ക് ഏജൻറ്റുകളെയോ മറ്റു ആളുകളൊക്കെ നിയമിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുന്നതാണ് അല്ലേ, വീണ്ടും ചിലവ് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് വേണ്ടിയും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടായിരിക്കും അതിലേക്ക് നയിക്കുക. മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.